What are the elements of the OHSMS outlined in ISO 45001:2018? The ISO 45001:2018 standard outlines a framework based on the Plan Do Check Act (PDCA) cycle and includes the following key elements. Core elements of ISO 45001:2018 OHSMS: context of the organization, understand internal and external issues, needs and expectations of workers and other stakeholders. Leadership and worker participation, top management commitment, policy, and active participation of workers. Planning, identify risks and opportunities, legal and other requirements, and set objectives. Support, resources, competence, awareness, communication, and documented information. Operation, control of processes, change management, outsourcing, procurement, and emergency preparedness. Performance evaluation, monitoring, measurement, analysis, internal audit, and management review. Improvement, incident investigation, non-conformity and corrective action, and continual improvement. ഐസോ അനുപാതം 45001/2018 പ്രതിപാദിച്ചിട്ടുള്ള OHSMSന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഐസോ അനുപാതം 45001/2018 സ്റ്റാൻഡേർഡ് പ്ലാൻ ഡു ചെക്ക് ആക്ട് PDCA സൈക്കിളിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചട്ടക്കൂട് രൂപരേഖ നൽകുന്നു. അതിൽ താഴെ പറയുന്ന പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ഐസോ അനുപാതം 45001/2018 OHSMSന്റെ പ്രധാന ഘടകങ്ങൾ: സംഘടനയുടെ പശ്ചാത്തലം, കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ, ആന്തരികവും ബാഹ്യവുമായ പ്രശ്നങ്ങൾ, ജീവനക്കാരുടെയും മറ്റ് താൽപര്യകക്ഷികളുടെയും ആവശ്യങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കുക, നേതൃത്വവും ജീവനക്കാരുടെ പങ്കാളിത്തവും, ലീഡർഷിപ്പ് ആൻഡ് വർക്കർ പാർട്ടിസിപ്പേഷൻ, ഉന്നത മാനേജ്മെന്റിന്റെ പ്രതിബദ്ധത, നയം, ജീവനക്കാരുടെ സജീവമായ പങ്കാളിത്തം, ആസൂത്രണം, പ്ലാനിംഗ്, അപകടസാധ്യതകളും അവസരങ്ങളും നിയമപരവും മറ്റ് ആവശ്യകതകളും തിരിച്ചറിയുക, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, പിന്തുണ, സപ്പോർട്ട്, വിഭവങ്ങൾ, യോഗ്യത, അവബോധം, ആശയവിനിമയം, രേഖാമൂലമുള്ള വിവരങ്ങൾ എന്നിവ. പ്രവർത്തനം, ഓപ്പറേഷൻ, പ്രക്രിയകളുടെ നിയന്ത്രണം, മാറ്റങ്ങളുടെ മാനേജ്മെന്റ്, ഔട്ട്സോഴ്സിംഗ്, സംഭരണം, അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ്. പ്രവർത്തന വിലയിരുത്തൽ, പെർഫോമൻസ് ഇവാലുവേഷൻ, നിരീക്ഷണം, അളവെടുപ്പ്, വിശകലനം, ആന്തരിക ഓഡിറ്റ്, മാനേജ്മെന്റ് അവലോകനം. പുരോഗതി, ഇംപ്രൂവ്മെന്റ്, അപകടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, അനുരൂപമല്ലാത്ത കാര്യങ്ങളും തിരുത്തൽ നടപടികളും, തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. What is the role of evaluation in the ILO/OSH 2001 OHSMS? In the ILO/OSH 2001 Guidelines on Occupational Safety and Health Management Systems, evaluation plays a critical role in ensuring the system is working effectively and remains suitable over time. Roles of evaluation in ILO/OSH 2001: monitor performance to ensure objectives are being met and risks are being controlled. Audit the system, regular internal audits to verify that the OHSMS is implemented effectively. Management review, top management evaluates audit findings, system performance, and makes decisions for improvements. Continuous improvement, evaluation helps identify gaps, weaknesses, or areas for enhancement. Feedback loop, provides feedback into the planning and implementation stages of the OHSMS. In summary, evaluation is the check phase of the PDCA cycle, and it ensures that the OHSMS remains effective, compliant, and continually improving. ILO/OSH 2001 OHSMSൽ വിലയിരുത്തലിന്റെ പങ്ക് എന്താണ്? ILO/OSH 2001 തൊഴിൽ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനുമുള്ള മാനേജ്മെന്റ് സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ സിസ്റ്റം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കാലക്രമേണ അനുയോജ്യമായി തുടരുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിൽ വിലയിരുത്തൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ILO/OSH 2001 വിലയിരുത്തലിന്റെ പങ്കുകൾ: പ്രവർത്തനം നിരീക്ഷിക്കുക, മോണിറ്റർ പെർഫോമൻസ്, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുണ്ടെന്നും അപകടസാധ്യതകൾ നിയന്ത്രിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ, സിസ്റ്റം ഓഡിറ്റ് ചെയ്യുക, ഓഡിറ്റ് ദ സിസ്റ്റം, OHSMS ഫലപ്രദമായി നടപ്പാക്കിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കുന്നതിനായി പതിവായുള്ള ആന്തരിക ഓഡിറ്റുകൾ നടത്തുക, മാനേജ്മെന്റ് അവലോകനം, മാനേജ്മെന്റ് റിവ്യൂ, ഓഡിറ്റ് കണ്ടെത്തലുകൾ, സിസ്റ്റത്തിന്റെ പ്രകടനം എന്നിവ ഉന്നത മാനേജ്മെന്റ് വിലയിരുത്തുകയും മെച്ചപ്പെടുത്തലുകൾക്കായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. തുടർച്ചയായ മെച്ചപ്പെടുത്തൽ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, വിടവുകൾ, ബലഹീനതകൾ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള മേഖലകൾ എന്നിവ തിരിച്ചറിയാൻ വിലയിരുത്തൽ സഹായിക്കുന്നു. ഫീഡ്ബാക്ക് ലൂപ്പ്, OHSMSന്റെ ആസൂത്രണ നിർവഹണ ഘട്ടങ്ങളിലേക്ക് ഫീഡ്ബാക്ക് നൽകുന്നു. ചുരുക്കത്തിൽ, വിലയിരുത്തൽ എന്നത് PDCA സൈക്കിളിലെ പരിശോധിക്കുക, ചെക്ക് എന്ന ഘട്ടമാണ്. OHSMS ഫലപ്രദവും അനുരൂപവും തുടർച്ചയായി മെച്ചപ്പെടുന്നതുമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു.